ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഷാജിയുടെ വീഡിയോ നമ്മൾ ചെയ്തതിന് പിന്നാലെ നമുക്കും ഒരുപാട് കമന്റുകൾ ലഭിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് നമ്മൾ അവരുടെ പക്ഷം മാത്രം പറയുന്നത് എന്നും എന്തുകൊണ്ടാണ് അവരെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് ഒരുപാട് കമന്റുകൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. നമ്മൾ റോഫിന്റെ വീഡിയോ നമ്മൾ പുറത്തുവിട്ടിരുന്നു, അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശവും നമ്മൾ പുറത്തുവിട്ടിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെത് മാത്രം പുറത്തുവിട്ടത് എന്നും അതുപോലെ തന്നെ ഷാജി റോഫിനയച്ച ശബ്ദ സന്ദേശം എന്തുകൊണ്ട് നിങ്ങൾ കാണിക്കുന്നില്ല എന്നും ചോദിച്ച് ഒരുപാട് കമന്റുകൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഷാജി റോഫിനയച്ച ആ ഓഡിയോ സന്ദേശം എന്തെന്ന് നമുക്ക് തീർച്ചയായിട്ടും കേൾക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ആ സന്ദേശം കൂടി നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് കൂടി നമ്മുടെ ഈ വീഡിയോ പൂർത്തിയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണമെന്ന് പ്രതീക്ഷിച്ചതാണ്. തീർച്ചയായും ഈ കമന്റ് വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷാജി റോഫിനയച്ച ആ സന്ദേശം കൂടി ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. സമാധാനത്തിൽ നിങ്ങളുടെ ഭാര്യ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം. ഇത് ഈ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ, അതെനിക്ക് കേട്ട് മടുത്ത്. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ സ്നേഹിക്കുന്ന സ്വഭാവം എനിക്കില്ല. നിങ്ങളെ പൈസ കണ്ടിട്ടാണ് ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങൾ പറയരുത്. ഞാൻ ഇതുവരെ മെഹർ വരെയൊക്കെ ഞാൻ പോയി അന്വേഷിച്ച് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ലോക്കറ്റ് അടിക്കാൻ കൊടുക്കുന്നുണ്ട്, അതിന് ഒരു 11,000 അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ റേറ്റിന്. ഞാൻ അതല്ല ചോദിച്ചത്, നിങ്ങൾ അവിടെ നിന്ന് നാട്ടിലേക്ക് എപ്പോഴാണ് വരിക? അടുത്ത മാസം വരുമോ? അടുത്ത മാസം വരികയാണെന്നുണ്ടെങ്കിൽ നിൽക്കാൻ്റെ കാര്യങ്ങൾ നോക്കാനാണ്. വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഒരു വീടെടുത്തിട്ട് താമസിക്കാം തൽക്കാലം. പിന്നെ നമുക്ക് വീട് മേടിക്കാം, എന്തെങ്കിലും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിൽക്കാൻ വെച്ചിട്ട് നിങ്ങളെ വീട്ടിൽ താമസിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിങ്ങളെ ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്ത് ഞാൻ റെഡിയാണ് അവരുടെ കൂടെ നിൽക്കാൻ. ആഗ്രഹമല്ലേ ഇപ്പോൾ പൂർത്തിയാക്കി കൊണ്ടിരിക്കണത്? പൂർത്തിയായല്ലോ, എടുത്തല്ലോ. പിന്നെ പേരെന്താ കൊടുക്കണ്ടേ? വേഗം പറയും. റഹൂഫ് സ്പെല്ലിങ് വിട്ട് എങ്ങനെയാണെന്ന് നിൽക്കാൻ വെച്ചാൽ സമാധാനത്തിൽ നിങ്ങളുടെ ഭാര്യ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം. ഇത് ഈ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ, അതെനിക്ക് കേട്ട് മടുത്ത്. എനിക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക ടെൻഷൻ ഒരുപാടുണ്ട് എനിക്ക്. വിവാദമായ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ കേട്ടു കാണും. തീർച്ചയായിട്ടും ഷാജിദ റൂഫിനോട് പറയുന്നുണ്ട്, ഞാൻ ജ്വല്ലറിയിലാണ് എന്നും സ്വർണം ഞാൻ സെലക്ട് ചെയ്തു എന്നും അത് മഹറാണ് എന്നും അതിൻ്റെ ലോക്കറ്റിൽ പേര് അടിക്കാൻ വേണ്ടിയിട്ട് റൂഫ് എന്ന പേരിൻ്റെ സ്പെല്ലിംഗ് എന്താണ് എന്ന് വരെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം. അതിനുശേഷം അദ്ദേഹം പൈസ ഇട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ അത് പേ ചെയ്യുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ഷാജി നിഷേധിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഓഡിയോ ക്ലിപ്പ് വീണ്ടും പുറത്തുവിടാതിരുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഷാജിദ പറയുന്നുണ്ട്, ആ ഘട്ടത്തിൽ എല്ലാം തന്നെ ഇദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് എന്നാണ് അദ്ദേഹം കരുതി വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇദ്ദേഹം ഒരു പ്രവാസിയാണ്, ഇദ്ദേഹം സൗദിയിലാണ് ജോലി ചെയ്യുന്നത്, അതെല്ലാം സത്യം തന്നെയാണ്. പക്ഷേ ആ സമയത്ത് എല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്നതിനെ കുറിച്ച് അവർക്കൊരു അവ്യക്തത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്നേഹത്തിലാണ് അവർ തീർച്ചയായിട്ടും വീണു പോയിട്ടുണ്ടാവുക. ആ സ്നേഹം തിരിച്ചറിയാൻ അവൾക്ക് കുറച്ച് ടൈം എടുക്കേണ്ടി വന്നിട്ടുണ്ടാവാം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയതിന് ശേഷമാണ് തനിക്ക് ഇദ്ദേഹം ചേരുകയില്ല എന്നും തൻ്റെ മക്കൾ ഇദ്ദേഹത്തെ ആക്സെപ്റ്റ് ചെയ്യുകയില്ല എന്നും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഷാജി അദ്ദേഹത്തിനോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് മറ്റൊരു ബന്ധത്തിലേക്ക് ചേക്കേറാൻ തീരുമാനിച്ചത് എന്നാണ് ഷാജിദ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത്. ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് തീർച്ചയായിട്ടും നമുക്കും അറിയില്ല. എന്നാൽ ഈ കാര്യങ്ങൾ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന നിലക്കാണ് നമ്മൾ ഇന്നലെ ആ വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കേൾക്കുന്ന സമയത്ത് നമുക്ക് റൂഫിൻ്റെ പക്ഷത്താണ് ന്യായമെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അദ്ദേഹം തിരിച്ചയച്ച ഓഡിയോ ക്ലിപ്പിൽ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഷാജിദ പക്ഷത്താണ് ന്യായമെന്ന് നമുക്ക് തോന്നിപ്പോകാം. തീർച്ചയായിട്ടും രണ്ടുപേരുടെ പക്ഷത്തും ന്യായമുണ്ട്. എന്നാൽ അവസാന ഘട്ടത്തിലേക്കാണ് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതികൾ എന്തോ ഒരു പിശകുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനിക്കാരൻ തന്നെ ഷാജിദയെ വിളിച്ച് സംസാരിക്കുന്നതും അതിനുശേഷമാണ് ഷാജിദ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നതും എന്നാണ് ഷാജിദ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ബാക്കി എന്താണ് കാര്യങ്ങളെന്ന് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ സത്യങ്ങൾ പുറത്തു വരട്ടെ എന്ന് നമുക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെ ഷാജി വൃത്തികെട്ട ഒരു സ്ത്രീയാണ് എന്നും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇത്തരം കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അഭ്യസിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി എന്താണെന്ന് ഷാജി തന്നെ പറയുന്നത് കേൾക്കാം. ഇപ്പം ഇത്ര വളരെ മോശ സ്ത്രീയാണെന്ന് പറയുന്നവരോട് എന്താണ് പറയുന്നത്? അങ്ങനെയുള്ളവരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. എനിക്കറിയാലോ എന്റെ ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ്, ഞാൻ മോശമാണോ അല്ലയോ എന്ന്
എന്നെ എൻ്റെ മക്കളെയും ബോധിപ്പിച്ചാൽ മതി. പിന്നെ എങ്ങനെയായാലും ഭർത്താവില്ലാത്ത സ്ത്രീകളെ, ഇപ്പൊ ഞാൻ ഈ എറണാകുളം വന്നു, എറണാകുളം ഞാൻ ഒറ്റയ്ക്ക് വന്നു, അല്ലെങ്കിൽ വേറുള്ളവരിനായിട്ട് വന്നു, ഇപ്പൊ റൂം എടുത്തു താമസിക്കുന്നു, പലരും പറയുന്നുണ്ട്. ഇപ്പൊ ഇന്ന് ഞാൻ വീഡിയോസ് ചെയ്തപ്പോ തന്നെ എന്താണ് കൂടെ അങ്ങനെ ഉള്ള മോശം കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്, ഞാനൊരു ഭർത്താവില്ലാത്ത സ്ത്രീ ആയതുകൊണ്ട് തന്നെ പല അപവാദങ്ങളും ഇവർ പറഞ്ഞുണ്ടാക്കും. അതിലൊന്നും എനിക്കൊരു പേടിയില്ല. കാരണം എനിക്ക് അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടെങ്കിലല്ലേ എനിക്ക് പേടിക്കണ്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ടൊരു കെയർ ചെയ്യുന്നില്ല. ഇതെല്ലാം നിങ്ങൾ കേട്ട് കാണും. എന്തുകൊണ്ടാണ് നമ്മൾ ഷാജിയുടെ ഒരു പക്ഷത്തേക്ക് നിൽക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ഒരു പ്രവാസിയായ ഒരു വ്യവസായിയാണ്, ഇദ്ദേഹത്തിൽ പൈസയെല്ലാം ഉണ്ട്. പക്ഷേ ഈ ബന്ധത്തിൽ മുൻകൈ എടുത്തത് ഒരു കാരണവശാലും ഷാജിദയല്ല, റൌഫ് എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിന്റെ പോസ്റ്റുകളും വീഡിയോകളും എല്ലാം കണ്ടതിന് ശേഷം അങ്ങോട്ട് പോയി തന്റെ പ്രപ്പോസൽ വെച്ചത് തീർച്ചയായിട്ടും റൌഫ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതിനുശേഷം അദ്ദേഹം തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുത്തതിന് ശേഷം പൈസ തിരിച്ചു തരാൻ ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവർ കൊടുക്കുമെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് കുറച്ച് സാവകാശം വേണ്ടി വരും. എന്നാൽ അദ്ദേഹത്തിന് ആരെ കല്യാണം കഴിക്കണം, എപ്പോൾ കല്യാണം കഴിക്കണം, എവിടെ പോകണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മളെപ്പോലെ തന്നെ ഷാജിക്കുമുണ്ട്. അവരെ ഒരു വൃത്തിയുടെ സ്ത്രീ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കുന്നത് വളരെ കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് ചില തെറ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും കൂടി 5 മക്കളുടെ ഒരു ഉമ്മ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ മക്കളെ പോറ്റേണ്ട ഒരു ബാധ്യത ഉമ്മയുടെ തലയിലാണ്. തീർച്ചയായിട്ടും ആദ്യത്തെ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്തതിന് ശേഷം ഈ 5 മക്കളെയും തീർച്ചയായിട്ടും ഒപ്പം കൊണ്ട് നടക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ നിൽക്കുക എന്നും ഇതിൽ നിന്നുള്ള പൈസ കൊണ്ടാണ് ജീവിച്ചു പോകുന്നത് എന്നും എല്ലാം തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് നമ്മളും ഒരു പരിധി കഴിഞ്ഞ് ഷാജിയെ വിമർശിക്കാൻ നമ്മൾ മുതിരാത്തത്. തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. തീർച്ചയായിട്ടും അടുത്ത വരൻ പെട്ടെന്ന് വരട്ടെ, കല്യാണം കഴിയട്ടെ. തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് നല്ല ജീവിതം ഉണ്ടായിട്ട് നമ്മൾ ആശംസിക്കുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോയുമായി ഇനിയും സാധ്യത വരികയാണ്. തീർച്ചയായിട്ടും നമ്മൾ അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.